വെൽക്കം ബാക്ക് ടു വിദ്യാനിധി. ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ? കാണുന്നവരാരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നല്ല ക്ലാസ് ആണോ എന്നൊക്കെ ഒരു കമൻറ്റ് രേഖപ്പെടുത്തും. എനിക്കിപ്പം ഇത്രയും ക്ലാസ് ഇട്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ, ആർക്കെങ്കിലും ഉപകാരപ്രദമാണോ, എൻ്റെ ക്ലാസ് നല്ലതാണോ, അത് ക്ലിയറാണോ, ലാഗാണോ, ഒന്നും മനസ്സിലാവുന്നില്ല. ക്ലാസ് കേൾക്കുന്നവരൊരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു ഇതിടാവോ എന്നാൽ എനിക്ക് മനസ്സിലാവുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് നിർത്തിപ്പോണോ വേണ്ടോ എന്ന് നോക്കായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ പറയുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ചില വെല്ലുവിളികൾ, മറ്റ് ചില വെല്ലുവിളികൾ, അതിലേക്കാണ് പോകുന്നത്. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റ് ചില വെല്ലുവിളികൾ. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ അസ്ഥിരപ്പെടുത്തുന്ന പ്രധാന വെല്ലുവിളികളാണ് വർഗീയത, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ, അഴിമതി, രാഷ്ട്രീയത്തിലെ ക്രിമിനലിസം, കൂറുമാറ്റം തുടങ്ങിയ പ്രവണതകൾ. ഇവ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെയും രാഷ്ട്ര പുരോഗതിയെയും സാമ്പത്തിക വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഈ പ്രവണതകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് വെല്ലുവിളികൾ ഉണർത്തുന്നത് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പം നമ്മുടെ ജനാധിപത്യത്തിന് പ്രധാന വെല്ലുവിളി എന്തൊക്കെയാണ്? വർഗീയത, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ, അഴിമതി, രാഷ്ട്രീയത്തിലെ ക്രിമിനലിസം, കൂറുമാറ്റം. ഇത്രയാണ്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പരിചയപ്പെടാം. വർഗീയത അഥവാ കമ്മ്യൂണലിസം. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് സാമൂഹിക സംഘർഷം സൃഷ്ടിക്കുന്ന ആശയമാണ് വർഗീയത. എന്താണ് വർഗീയത? മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് സാമൂഹിക സംഘർഷം സൃഷ്ടിക്കുന്ന ആശയമാണ് വർഗീയത. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് സാമൂഹിക സംഘർഷം സൃഷ്ടിക്കുന്ന ആശയമാണ് വർഗീയത. കൊളോണിയൽ ഭരണകാലത്ത് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന രാഷ്ട്രീയ തന്ത്രം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുന്നതിനും വർഗീയത വളർത്തുന്നതിനും കാരണമായി. അതുപോലെ ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായ കലാപങ്ങളും ജനതയെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്നതിനും വർഗീയ ചിന്ത വളർത്തുന്നതിനും വഴിവെച്ചു. അതുപോലെ ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായ കലാപങ്ങളും ജനതയെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്നതും വർഗീയ ചിന്ത വളർത്തുന്നതിനും വഴിവെച്ചു. വർഗീയ ചേരിതിരിവ് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളായ മതേതരത്വം, സാമൂഹിക നീതി എന്നിവയെ ദുർബലപ്പെടുത്തുകയും രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു. വർഗീയ ചേരിതിരിവ് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളായ മതേതരത്വം, സാമൂഹിക നീതി എന്നിവയെ ദുർബലപ്പെടുത്തുകയും രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു. മതത്തിൻ്റെയും വർഗീയ ചിന്തയുടെയും അടിസ്ഥാനത്തിൽ ജനാഭിപ്രായം രൂപീകരിക്കപ്പെടുന്നതിനും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി ഉപയോഗിക്കുന്നതും ജനാധിപത്യത്തിൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ജാഗ്രത സൃഷ്ടിക്കുന്നതിലൂടെ, ബോധവൽക്കരണത്തിലൂടെയും ശരിയായ ജനാധിപത്യ വിദ്യാഭ്യാസത്തിലൂടെയും മാത്രമേ വർഗീയതയെ ചെറുക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തതാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ. അപ്പം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ. ടെൻഷൻസ് ഇൻ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. സമയക്രമം പാലിക്കാത്ത ഗവർണറുടെ നടപടി പരിശോധിക്കാം. ഗവർണർക്ക് ആദ്യമായി സമയക്രമം നിശ്ചയിച്ച് സുപ്രീം കോടതി. നിയമസഭ രണ്ടാമതും പാസ്സാക്കുന്ന ബില്ലിന് 1 മാസത്തിനകം അനുമതി നൽകണം. ബില്ലുകളിൽ 3 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുക്കണം. ഗവർണർക്ക് വീറ്റോ അധികാരമില്ല. ഇങ്ങനെ കുറേ ഗവർണറുടെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ ഡീറ്റെയിൽഡായിട്ട് നോക്കാം. മുകളിൽ നൽകിയിട്ടുള്ള വാർത്താ തലക്കെട്ടുകൾ വായിച്ചല്ലോ.
അധികാരപരിധി ഉല്ലംഘിക്കുന്ന ഗവർണർക്കെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ. ഇതിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? അപ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ്. ഭരണഘടന അധികാര കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും കൂടുതൽ അധികാരം കേന്ദ്രത്തിൽ നിക്ഷിപ്തമാണ്. ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മേൽക്കൈ അത് ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. മറുവശത്ത് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്ന അധികാരങ്ങൾ സ്വതന്ത്രമായി വിനിയോഗിക്കാനുള്ള അവകാശം അവയ്ക്ക് ഭരണഘടന നൽകുന്നുമുണ്ട്. എന്നാൽ പലപ്പോഴും മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകൾ നേരിട്ടും ഗവർണർമാർ മുഖേനയും സംസ്ഥാനങ്ങളുടെ ഈ അവകാശത്തിൽ ഇടപെടുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും വിഭവങ്ങളുടെ വിതരണത്തിലും രാഷ്ട്രീയം കലരുന്നത് നമുക്ക് കാണാനാകും. ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പ്രധാനമായും കലുഷിതമാക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുണ്ടാകുന്ന നിയമപരമായ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ ജുഡീഷ്യറിക്കാണ് അധികാരം. അടുത്തത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. ഭരണഘടന വാസ്തവത്തിൽ ഒരു ചട്ടക്കൂട് അഥവാ അസ്ഥിപഞ്ജരം മാത്രമാണ്. അതിന് മാംസവും രക്തവും പ്രദാനം ചെയ്യുന്നത് യഥാർത്ഥ രാഷ്ട്രീയ പ്രക്രിയകളാണ്. അതിനാൽ ഇന്ത്യൻ ഫെഡറലിസത്തെ വലിയ പരിധി വരെ സ്വാധീനിച്ചിട്ടുള്ളത് മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രക്രിയകളാണ്. ഭരണഘടന നിലവിൽ വന്ന നാൾ മുതൽ തന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ ഗവർണറുടെ പങ്ക് വളരെ നിർണായകമാണ്. അടുത്തതാണ് ഗവർണറുടെ പങ്ക്. അതിൽ നമുക്ക് ആദ്യം സർക്കാരിയ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഗവർണറുടെ പങ്കിലേക്ക് പോകാം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. 1983 നിയമിക്കപ്പെട്ട കമ്മീഷൻ്റെ ചെയർമാൻ 1983 ഈ കമ്മീഷൻ നിലവിൽ വരുന്നത്. 1983 അതിൻ്റെ ചെയർമാൻ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് RS സർക്കാരിയായിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് RS സർക്കാരിയായിരുന്നു സുപ്രീം കോടതിയുടെ ചെയർമാൻ. സുപ്രീം കോടതിയിൽ നിന്ന് കമ്മീഷൻ്റെ ചെയർമാൻ. 1988 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. കേന്ദ്രത്തിൻ്റെ അധികാരങ്ങൾ കാലം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്നതായി കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ഉരസലുകളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ ഭരണഘടനാപരവും രാഷ്ട്രീയവുമായി മാറ്റങ്ങൾ ആവശ്യമാണെന്ന് കമ്മീഷൻ കണ്ടെത്തി. സർക്കാരിയ കമ്മീഷന്റെ റിപ്പോർട്ട് പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടെങ്കിലും അവ പൂർണ്ണമായി നടപ്പിലാക്കപ്പെട്ടില്ല. ഇനി നമുക്ക് ഗവർണറുടെ പങ്ക്, റോൾ ഓഫ് ഗവർണർ, അതിലേക്ക് കടക്കാം. ഗവർണർമാരുടെ പങ്ക് എല്ലാ കാലത്തും സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു വിവാദ വിഷയം തന്നെയാണ്. ഗവർണർ ഗവർണറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. എന്നു പറയുന്നത് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഔദ്യോഗിക സ്ഥാനമല്ല. അത് ഒന്നെങ്കിൽ അദ്ദേഹം ഒരു വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനായിരിക്കണം, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കണം. ഒന്നെങ്കിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനായിരിക്കണം, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കണം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് ഗവർണറായിട്ട് നിയമിക്കുകയുള്ളൂ. ഗവർണറെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ്. ഗവർണർ നിയമത്തിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 35 വയസ്സാണ്. ഗവർണർ നിയമത്തിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സാഹചര്യങ്ങളിൽ ഗവർണറുടെ പങ്ക് കൂടുതൽ വിവാദങ്ങൾക്ക് കാരണമാകാറുണ്ട്. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സാഹചര്യങ്ങളിൽ ഗവർണർമാരുടെ പങ്ക് വിവാദ വിഷയങ്ങളാകാറുണ്ട്. ഈ കാരണത്താൽ ഗവർണർമാരുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടലായി പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും.
സാർക്കാരിയ കമ്മീഷൻ സജീവ രാഷ്ട്രീയക്കാരെ ഗവർണർമാരായി നിയമിക്കുന്നതെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. സാർക്കാരിയ കമ്മീഷൻ സജീവ രാഷ്ട്രീയക്കാരെ ഗവർണർമാരായി നിയമിക്കരുതെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഗവർണറുടെ പങ്കും അധികാരങ്ങളും വിവാദമാകാൻ മറ്റൊരു കാരണം ഭരണഘടനയിലെ 356 വകുപ്പാണ്. ഭരണഘടനയിലെ 356 വകുപ്പാണ്. 356 വകുപ്പ് എന്താ? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തും. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതാണ് 356 വകുപ്പ് പറയുന്നത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തലാണ് 356 വകുപ്പ്. ഗവർണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കഴിയും. ഗവർണർമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കഴിയും. എന്നാൽ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്കനുസൃതമായി ഭരണം കൊണ്ടുപോകുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെടുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ ഈ വകുപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂവെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നുണ്ട്. ഗവർണർമാരുടെ ഈ അധികാരം അനേകം സംഘർഷങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നിയമസഭയിൽ വ്യക്തമായി ഭൂരിപക്ഷമുള്ള സംസ്ഥാന ഗവൺമെന്റുകളെ പോലും രാഷ്ട്രപതി പിരിച്ചുവിട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം 1959 കേരള ഗവൺമെന്റിനെ പിരിച്ചുവിട്ടതിന് ഉദാഹരണമാണ്. നമുക്ക് 356 വകുപ്പ് അതിൻ്റെ ബോക്സ് ഒന്ന് നോക്കാം. സംസ്ഥാനങ്ങളിലെ ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ പിരിച്ചുവിടാനോ സംസ്ഥാന ഭരണം ഏറ്റെടുക്കുവാനോ അനുച്ഛേദം 356 രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നു. ഗവർണർ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി ഈ വകുപ്പ് പ്രയോഗിച്ചത് 1951 പഞ്ചാബ് സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ടാണ്. 1967 പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ 356 വകുപ്പ് അപൂർവം മാത്രമായി പ്രയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ 1967 ശേഷം ഇത് വ്യാപകമായി പ്രയോഗിക്കപ്പെട്ടു. ഇനി അടുത്തത് ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും. ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും. കേന്ദ്രത്തിനെ പോലെ സംസ്ഥാനങ്ങളിലും പാർലമെന്ററി വ്യവസ്ഥയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവനാണ് ഗവർണർ. നമ്മുടെ സംസ്ഥാനത്തിന്റെ തലവൻ ആരാണ്? നോമിനൽ ലീഡർ ഗവർണറാണ്. യഥാർത്ഥ കാര്യനിർവഹണ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് മുഖ്യമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയിലാണ്. അധികാരം നിക്ഷിപ്തമായിരിക്കും. ആയതിനാൽ ഗവർണർ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമായിരിക്കണം. ഇനി ഗവർണറുടെ നിയമനിർമ്മാണ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിയമനിർമ്മാണ അധികാരങ്ങൾ. നിയമസഭ വിളിച്ചു ചേർക്കുക, സമ്മേളനങ്ങൾ അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുക, സഭ പിരിച്ചുവിടുക. നിയമസഭ വിളിച്ചു ചേർക്കുക, സമ്മേളനങ്ങൾ അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുക, സഭ പിരിച്ചുവിടുക. സഭയെ അഭിസംബോധന ചെയ്യുക. സഭ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക. ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക. ബഡ്ജറ്റും ധനബില്ലുകളും സഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ട മുൻകൂർ അനുമതി നൽകുക. ബഡ്ജറ്റും ധനബില്ലുകളും സഭയിൽ അവതരിപ്പിക്കുന്നതിനുള്ള മുൻകൂർ അനുമതി നൽകുക. നിയമനിർമ്മാണ അധികാരങ്ങൾ. നിയമസഭ വിളിച്ചു ചേർക്കുക, സമ്മേളനങ്ങൾ അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കുക, സഭ പിരിച്ചുവിടുക. സഭയെ അഭിസംബോധന ചെയ്യുക, സഭ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക, ബഡ്ജറ്റും ധനബില്ലുകളും സഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ട മുൻകൂർ അനുമതി നൽകുക. ഇതൊക്കെ മിക്കവാറും വുമൺ സിവിലിന്റെ എക്സാമിന് ശനിയാഴ്ച നടക്കുന്നതിന് മിക്കവാറും പ്രസ്താവനയൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് ശരിക്കും നോക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് ഗവർണറുടെ കാര്യനിർവഹണ അധികാരങ്ങൾ. എക്സിക്യൂട്ടീവ് പവേഴ്സ്.
സംസ്ഥാനത്തെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും നിർവഹിക്കപ്പെടുന്നത് ഗവർണറുടെ പേരിലാണ്. സംസ്ഥാനത്തെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും നിർവഹിക്കപ്പെടുന്നത് ഗവർണറുടെ പേരിലാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച രാഷ്ട്രീയ കക്ഷിയുടെയോ സഖ്യത്തിൻ്റെയോ നേതാവിനെ സർക്കാർ രൂപീകരണത്തിനായി ക്ഷണിക്കുക. സംസ്ഥാന മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് മറ്റ് മന്ത്രിമാരെയും നിയമിക്കുക. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് മറ്റ് മന്ത്രിമാരെയും നിയമിക്കുക. അഡ്വക്കേറ്റ് ജനറൽ, സംസ്ഥാന PSC ചെയർമാൻ, PSC അംഗങ്ങൾ എന്നിവരെ നിയമിക്കുക. അഡ്വക്കേറ്റ് ജനറൽ, സംസ്ഥാന PSC ചെയർമാൻ, PSC അംഗങ്ങൾ എന്നിവയെ നിയമിക്കുക. ഇപ്പം എന്തൊക്കെയാണ്? സംസ്ഥാനത്തെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും നിർവഹിക്കപ്പെടുന്നത് ഗവർണറുടെ പേരിലാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച രാഷ്ട്രീയ കക്ഷിയുടെയോ സഖ്യത്തിൻ്റെയോ നേതാവിനെ സർക്കാർ രൂപീകരണത്തിനായി ക്ഷണിക്കുക. സംസ്ഥാന മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് മറ്റ് മന്ത്രിമാരെ നിയമിക്കുക. അഡ്വക്കേറ്റ് ജനറൽ, സംസ്ഥാന PSC ചെയർമാൻ, PSC അംഗങ്ങൾ എന്നിവരെ നിയമിക്കുക. അടുത്തത് നീതിന്യായ അധികാരങ്ങൾ. ജുഡീഷ്യറി പവേഴ്സ്. സംസ്ഥാന സർക്കാരിൻ്റെ കാര്യനിർവഹണ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് മാപ്പ് നൽകുന്നതിനും ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനോ ഇളവ് നൽകുന്നതിനോ ലഘൂകരിക്കുന്നതിനോ ഉള്ള അധികാരം. സംസ്ഥാന സർക്കാരിൻ്റെ കാര്യനിർവഹണ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് മാപ്പ് നൽകുന്നതിനും ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനോ ഇളവ് നൽകുന്നതിനോ ലഘൂകരിക്കുന്നതിനോ ഉള്ള അധികാരം. അടുത്തതാണ് വിവേചനാധികാരങ്ങൾ. ഡിസ്ക്രിഷണറി പവേഴ്സ്. നിയമസഭയിലേക്ക് ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ മന്ത്രിസഭ രൂപീകരണ വിഷയത്തിൽ ഗവർണർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാവുന്നതാണ്. സംസ്ഥാന ഭരണകാര്യങ്ങളെക്കുറിച്ച് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. സംസ്ഥാന ഭരണകാര്യങ്ങളെക്കുറിച്ച് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണറുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുമ്പോൾ ഗവർണർക്ക് താഴെ പറയുന്ന നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ബില്ലിന് അംഗീകാരം നൽകുന്നുവെന്നോ നൽകുന്നില്ലെന്നോ പ്രഖ്യാപിക്കുക. ബില്ലിന് അംഗീകാരം നൽകുന്നുവെന്നോ നൽകുന്നില്ലെന്നോ പ്രഖ്യാപിക്കുക. ഭേദഗതിയോടെ നിയമസഭയിലേക്ക് തിരിച്ചയക്കുക. അങ്ങനെ തിരിച്ചയക്കപ്പെടുന്ന ബിൽ സഭ വീണ്ടും പരിഗണിച്ച് ഭേദഗതിയുടെയോ അല്ലാതെയോ പാസാക്കി ഗവർണർക്ക് സമർപ്പിക്കുന്ന പക്ഷം ഗവർണർ അതിന് അനുമതി നൽകാൻ ബാധ്യസ്ഥനാണ്. ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കുക. സംസ്ഥാനത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയെ സുഗമവും ഭരണഘടനയുടെ അന്തസ്സിന് യോജിച്ച വിധവും മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിനെ സഹായിക്കുക എന്ന കടമയാണ് ഗവർണർമാർക്കുള്ളത്. ഗവർണർമാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന അധികാരികളല്ല, മറിച്ച് അതിൻ്റെ സുഹൃത്തും ദാർശനികനും വഴികാട്ടിയുമാണ്. ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള ഗവർണറുടെ ഇടപെടലുകൾ ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്തുകയും ഭരണഘടനയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. അടുത്തതാണ് അഴിമതി അല്ലെങ്കിൽ കറപ്ഷൻ. ഏതെങ്കിലും തരത്തിലുള്ള അധികാരമോ സ്ഥാനമാനങ്ങളോ ഉപയോഗപ്പെടുത്തിയും അനധികൃതമായി സ്വാധീനം ചെലുത്തിയും നിയമപരമായി ലഭിക്കേണ്ട വേതനത്തിന് പുറമെ പണമോ മറ്റെന്തെങ്കിലും പ്രതിഫലമോ സ്വീകരിക്കുന്നതിന് അഴിമതിയായി കണക്കാക്കപ്പെടുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അധികാരമോ സ്ഥാനമാനങ്ങളോ ഉപയോഗപ്പെടുത്തി അനധികൃതമായി സ്വാധീനം ചെലുത്തിയും നിയമപരമായി ലഭിക്കേണ്ട വേതനത്തിന് പുറമെ പണമോ മറ്റെന്തെങ്കിലും പ്രതിഫലമോ സ്വീകരിക്കുന്നതിന് അഴിമതിയായി കണക്കാക്കും. കൈക്കൂലി, സ്വജനപക്ഷപാതം, അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയവ അഴിമതിക്ക് ഉദാഹരണങ്ങളാണ്. അഴിമതിയുടെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? കൈക്കൂലി, സ്വജനപക്ഷപാതം, അനധികൃത സ്വത്ത് സമ്പാദനം. രാജ്യത്തെ സാമ്പത്തിക നിക്ഷേപങ്ങൾ, സാമ്പത്തിക വളർച്ച തുടങ്ങിയവയും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെയും അഴിമതി പ്രതികൂലമായി ബാധിക്കാറുണ്ട്. അഴിമതി ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെയും ക്ഷേമ പ്രവർത്തനങ്ങളെയും സൗകര്യങ്ങളെയും ചില വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് കാരണമാകുന്നു.
ഇത് സാധാരണ ജനങ്ങൾക്ക് ജനാധിപത്യ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിന് ഇടയാക്കുന്നു. അപ്പം അഴിമതി എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള അധികാരമോ സ്ഥാനമാനങ്ങളോ ഉപയോഗപ്പെടുത്തിയും അനധികൃതമായി സ്വാധീനം ചെലുത്തിയും നിയമപരമായി ലഭിക്കേണ്ട വേതനത്തിന് പുറമെ പണമോ മറ്റെന്തെങ്കിലും പ്രത്യുപകാരമോ സ്വീകരിക്കുന്നതിനെ അഴിമതി എന്ന് പറയുന്നു. അഴിമതിക്ക് ഉദാഹരണങ്ങളാണ് കൈക്കൂലി, സ്വജനപക്ഷപാതം, അനധികൃത സ്വത്ത് സമ്പാദനം. ഇത് എങ്ങനെ നമ്മുടെ രാജ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു? രാജ്യത്തെ സാമ്പത്തിക നിക്ഷേപങ്ങൾ, സാമ്പത്തിക വളർച്ച തുടങ്ങിയവയും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെയും ബാധിക്കുന്നു. അഴിമതി ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഇത് ചിലർക്ക് മാത്രം കിട്ടുന്നതായിട്ട് ഇത് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടമാകുന്നു. അഴിമതി തടയുന്നതിനുള്ള കുറച്ച് മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഴിമതിക്കെതിരെ ജാഗ്രത വളർത്തിയെടുക്കുക. അഴിമതി അന്വേഷണ സംവിധാനങ്ങളെ രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുക. രാഷ്ട്രീയ പാർട്ടികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ സുതാര്യമാക്കുക. ഭരണരംഗം സുതാര്യമാക്കുക. ജനങ്ങളിൽ അഴിമതിക്കെതിരെ ബോധവൽക്കരണം നടത്തുക. അഴിമതിക്കെതിരെ ജനജാഗ്രത വളർത്തിയെടുക്കുക. ശക്തമായ നിയമ സംവിധാനം രൂപീകരിക്കുക. അഴിമതി അന്വേഷണ സംവിധാനങ്ങളെ രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുക. രാഷ്ട്രീയ പാർട്ടികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ സുതാര്യമാക്കുക. ഭരണരംഗം സുതാര്യമാക്കുക. ജനങ്ങളിൽ അഴിമതിക്കെതിരെ ബോധവൽക്കരണം നടത്തുക. അടുത്തതാണ് ഇലക്ട്രൽ ബോണ്ട്. ഇലക്ട്രൽ ബോണ്ടിന്റെ ഇതിൽ പത്രക്കുറിപ്പാട്ട് കൊടുത്തിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധം സുപ്രീം കോടതി. ഇലക്ട്രൽ ബോണ്ട് കൈക്കൂലിയാക്കി മാറ്റാം. വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യാൻ ആവിഷ്കരിച്ച പദ്ധതിയാണിത്. ഇലക്ട്രൽ ബോണ്ട് എന്താണ്? വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ ആവിഷ്കരിച്ച പദ്ധതി. 2017-18 കേന്ദ്ര ബഡ്ജറ്റിലൂടെയാണ് ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിച്ചത്. 2017-18 കേന്ദ്ര ബഡ്ജറ്റിലൂടെയാണ് ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിച്ചത്. തൊട്ടു മുൻപത്തെ സംസ്ഥാന ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ പോൾ ചെയ്ത ആകെ വോട്ടിന്റെ 1% കുറയാതെ വോട്ട് നേടുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടികൾക്കും ഈ ബോണ്ടിലൂടെ പണം സ്വീകരിക്കാം. എങ്ങനെയൊക്കെയാ? തൊട്ടു മുമ്പത്തെ സംസ്ഥാന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത ആകെ വോട്ടിന്റെ 1% കുറയാതെ വോട്ട് നേടുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടികൾക്കും ഈ ബോണ്ടിലൂടെ പണം സ്വരൂപിക്കും. 1000 മുതൽ 1 കോടി രൂപ വരെ സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ അവർക്കിഷ്ടമുള്ള തുകയ്ക്ക് SBI വഴി ബോണ്ട് വാങ്ങാം. സംഭാവന എന്ന വിഭാഗത്തിൽ വരുന്നതിനാൽ ഈ നികുതി ഇളവ് ലഭിക്കും. ദാതാക്കളിൽ നിന്നും ലഭിക്കുന്ന ബോണ്ടുകൾ രാഷ്ട്രീയ കക്ഷികൾ 15 ദിവസത്തിന് പണമാക്കി മാറ്റണം. ബോണ്ടുകളുടെ സുതാര്യതയും നിയമാനുസൃതയും പരിശോധിച്ച് 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കി. ബോണ്ടുകളുടെ സുതാര്യതയും നിയമന സാധുതയും പരിശോധിച്ചാണ് റദ്ദാക്കിയത്. എന്നാണ് 2024 ഫെബ്രുവരി 15 ഇലക്ട്രൽ ബോണ്ട് മൗലികാവകാശത്തിന് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചാണ് റദ്ദാക്കിയത്. ഇലക്ട്രൽ ബോണ്ട് മൗലികാവകാശത്തിന് വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. അടുത്തതാണ് രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. ജനാധിപത്യത്തെയും നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽ വൽക്കരണം. രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരോ പ്രവർത്തകരോ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതോ
ക്രിമിനൽ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയ പ്രവണതയാണ് രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽ വൽക്കരണം. രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരോ പ്രവർത്തകരോ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതോ ക്രിമിനൽ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയ പ്രവണതയാണ് രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽ വൽക്കരണം. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനും രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽ വൽക്കരണമാണ്. ജനങ്ങളെ ഭയപ്പെടുത്തി ഏതെങ്കിലും പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ അതിനുള്ള സാഹചര്യം ഒരുക്കുകയോ ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ മുത്തലിച്ചിക്ക് കാരണമാകുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലെത്തുന്നതും ഭരണാധികാരികളാകുന്നതും പൗരന്മാർക്ക് ജനാധിപത്യ സംവിധാനത്തിലുള്ള വിശ്വാസ്യത നഷ്ടമാകുന്നു. രാഷ്ട്രീയ ക്രിമിനൽ വൽക്കരണം ഇല്ലായ്മ ചെയ്യാനുള്ള മാർഗങ്ങൾ മെയിനായിട്ട് 3 പറയുന്നത്. ക്രിമിനൽ കുറ്റങ്ങളിൽ വിചാരണ നേരിടുന്നവരെയും ശിക്ഷിക്കപ്പെടുന്നവരെയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ. ക്രിമിനൽ കുറ്റങ്ങളിൽ വിചാരണ നേരിടുന്നവരെയും ശിക്ഷിക്കപ്പെട്ടവരെയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ. ശക്തമായ നിയമ സംവിധാനങ്ങൾ. രാഷ്ട്രീയ രംഗത്തെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെയുള്ള ബോധവൽക്കരണം. രാഷ്ട്രീയ രംഗത്തെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെയുള്ള ബോധവൽക്കരണം. കൂറുമാറ്റം അഥവാ ഡിഫെക്ഷൻ. കൂറുമാറ്റം അഥവാ ഡിഫെക്ഷൻ 1967 തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ട മറ്റൊരു പ്രവണതയായിരുന്നു കൂറുമാറ്റം. ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇലക്ഷനിൽ മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സ്വന്തം പാർട്ടിയെ ഉപേക്ഷിക്കുകയോ മറ്റൊരു പാർട്ടിയിൽ ചേരുകയോ ചെയ്യുന്നതിനെയാണ് കൂറുമാറ്റം എന്ന് പറയുന്നത്. ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇലക്ഷനിൽ മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സ്വന്തം പാർട്ടിയെ ഉപേക്ഷിക്കുകയോ മറ്റൊരു പാർട്ടിയിൽ ചേരുകയോ ചെയ്യുന്നതിനെ കൂറുമാറ്റം എന്ന് പറയുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർ ജനപ്രതിനിധികളിൽ അർപ്പിച്ച വിശ്വാസത്തെ വഞ്ചിക്കുന്ന സാഹചര്യങ്ങളിൽ ഇവിടെ ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ജനാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നു. പിന്നീട് കൂറുമാറ്റത്തിന് തടയുന്നതിനായി 1985 52-ാം ഭരണഘടനാ ഭേദഗതി. കൂറുമാറ്റത്തിന് തടയുന്നതിനായി വന്ന ഭേദഗതി 52-ാം ഭരണഘടനാ ഭേദഗതി എന്ന് 1985 കൂറുമാറ്റ നിരോധന നിയമം പാർലമെന്റ് പാസാക്കി. കൂറുമാറ്റ നിരോധന നിയമം തടയുന്നതിനായി ഭേദഗതി 52-ാം ഭേദഗതി നിലവിൽ വന്നത് 1985 52-ാം ഭേദഗതി പ്രകാരം കൂറുമാറ്റ നിരോധന നിയമം പാർലമെന്റ് പാസാക്കി. രാഷ്ട്രീയ പാർട്ടികളിൽ അവയുടെ അംഗങ്ങളുടെ കൂറുമാറ്റം തടയാൻ വ്യത്യസ്ത തന്ത്രങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഒരു പാർട്ടിയുടെ വിശ്വസ്ത അംഗത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക വേദിയിൽ അംഗങ്ങൾ ഒത്തുകൂടി മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം തടയുവാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. ഈ പ്രക്രിയയെ റിസോർട്ട് രാഷ്ട്രീയമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. 1982 ഹരിയാനയിലാണ് ഈ ചരിത്രം ആരംഭിക്കുന്നത്. എവിടെയാണ്? ഹരിയാനയിൽ 1982. തുടർന്ന് കർണാടക, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഈ പ്രവണത ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ചാപ്റ്റർ 8 ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം. ആ ചാപ്റ്റർ ഇത്തരത്തിൽ തീരുവാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുവോ ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് രേഖപ്പെടുത്തിയാലേ എനിക്കറിയത്തുള്ളൂ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.